ചേട്ടാ, ഹായ് ചേട്ടാ, ഹായ് ചേട്ടാ. ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്നൊരു ദിവസം കൂടെ മധ്യത്തിലൂടെ കൂട്ടായ്മയുടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിന്. ഇന്നിപ്പോ നമ്മുടെ ജ്വാലയില് നമ്മൾ ഇന്ന് രോഷവും നീരസവും എന്ന് പറഞ്ഞ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാന്നുള്ള രീതിയിലാണ് രാവിലെ മേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് വന്നതിന് ശേഷമാണ് ഈ അമിത മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗമാണെന്ന് തിരിച്ചറിയാൻ എനിക്കും പറ്റിയത്. അതുവരെയും അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് മദ്യപാനം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അല്പം മദ്യം കഴിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കഴിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ മദ്യപാനത്തിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുകയും ചില ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോഴും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി. സ്വന്തമായിട്ടൊരു തൊഴിൽ നടത്തുന്ന ഒരാളാണ്. കുട്ടികളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു, പ്രശ്നങ്ങളായി തുടങ്ങുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാരണം മദ്യപാനമാണെന്ന് എനിക്ക് തിരിച്ചറിയാനും തുടങ്ങി. പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രിക്കണമെന്നുള്ള രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയാണ് കൂട്ടായ്മ കണ്ടെത്തുന്നത്. കൂട്ടായ്മയിൽ എത്തിയതിനു ശേഷമാണ് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതൊരു വലിയ സമാധാനമായിട്ടാണ് തോന്നിയെങ്കിലും പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായി. രോഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പോയി. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി 3 ഫോൾഡ് ഡിസീസാണ്. 3 തലങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന രോഗമാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനപ്പുറത്ത് ആത്മീയ തലത്തിലുമൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. സ്പിരിച്വൽ മാലഡി അല്ലെങ്കിൽ സ്പിരിച്വൽ ബാങ്ക്രപ്സി എന്നൊക്കെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ആ ഒരു യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്തത് മൂലമുള്ള ഒരു പ്രശ്നവും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും മാനസികവുമായിട്ടും ഒക്കെ ഉള്ള ഒരു രോഗാവസ്ഥയുടെ പരിണിത ഫലമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആദ്യമേ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ എന്നാൽ ചില ചെറിയ പ്രശ്നങ്ങളോടുകൂടി എന്നൊക്കെ പറഞ്ഞ കുടിയുടെ ഞാൻ കൂട്ടായ്മയിൽ എത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് സ്വന്തം ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നിട്ട് ഏത് സാഹചര്യത്തിലും ഒരല്പം മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവസാന കാലഘട്ടത്തിലെ കുടിയെന്നൊക്കെ പറഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയും എൻ്റെ കാര്യങ്ങളെ എനിക്ക് തട്ടിമാറ്റി കുടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴും എൻ്റെ ഒരു തോന്നല് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു. എന്തായാലും കൂട്ടായ്മ കണ്ടെത്തി ഒരു ശാരീരികമായിട്ടുള്ള രോഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് മുന്നേ പോയവർ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഫിസിക്കലി ഉള്ള ഒരു അലർജിയാണ്. അതിന് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ചിലർക്കൊക്കെ ചേന കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ ചൊറിച്ചിലുണ്ടാവും, ചിലർക്കതില്ല. അപ്പോൾ ഉള്ളവർ അത് സൂക്ഷിക്കുക, ഇല്ലാത്തവർക്ക് അത് കുഴപ്പമില്ല. അത്തരത്തിൽ മദ്യപാനം അമിത മദ്യാസക്തി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള അവസ്ഥയുള്ളവർ നിയന്ത്രിക്കുക, അല്ലാത്തവർക്ക് അത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും എനിക്ക് അലർജി ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിക്കത് പോരായിരുന്നു. എനിക്ക് അങ്ങനെ അറിഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊരു ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മനസ്സിലാക്കണമെന്നൊക്കെ തോന്നി. അതിന് മറ്റ് തലങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി മീറ്റിങ്ങുകളും ഇത്തരത്തിലൊക്കെയുള്ള ഓരോരുത്തർ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ അവരുടെ മനസ്സിലാക്കിയ അറിവുകൾ പങ്കുവയ്ക്കുമ്പോൾ അത്തരം മീറ്റിങ്ങുകളും മാത്രമേ അതിന് ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള ഫിസിക്കൽ അലർജി എന്ന് പറഞ്ഞത് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് ആയിരക്കണക്കിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് താളം പിഴപ്പിക്കുന്ന അല്ലെങ്കിൽ താളക്രമം അതിൻ്റെ ആ ഒരു താളം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ മദ്യപാനം മൂലം ഉണ്ടാകുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഒരല്പം മദ്യം കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. അത്രത്തോളം നമ്മുടെ ഉള്ളിൽ അത് സന്തോഷമൊക്കെ ലഭിക്കുന്നതുകൊണ്ടാണെന്നും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചില ഡോപ്പമിൻ പോലുള്ള ഹോർമോണുകൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഉറക്കമാണെങ്കിലും വിശപ്പാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ താളപ്പിഴയോടുകൂടി സംഭവിക്കുന്നത് ഈ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ ഉണ്ടാകുന്നത്. സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നാൽ അല്ലാത്ത അസമയത്ത് കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിനോടൊപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ നമ്മളിൽ ഇത്തരത്തിലുള്ള രോഷവും നീരസവും ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. ശരിക്കും ഒരു അമിത മദ്യാസക്തന്റെ ഒപ്പം എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ മദ്യാസക്ത രോഗിയുടെ ഒപ്പം കൂടുന്ന ഒന്ന് തന്നെയാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ ലഹരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശത്രുതയും നീരസവും രോഷവും എന്നൊക്കെ പറയുന്ന വികാരങ്ങൾ
കൂടുതൽ അഗാധമായി ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് മദ്യാസക്തി, അമിത മദ്യാസക്ത രോഗിയിൽ. അപ്പൊ അത്തരം അമിത മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗമായിട്ടുള്ളവർക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ ശത്രുതയും നീരസവും രോഷവും ഒക്കെ. ഇത് ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ അഡ്രിനാൽ എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്, അഡ്രിനാൽ ഗ്ലാൻഡ്. അത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അഡ്രിനാലിൻ. അത് നമുക്ക് ശരീരത്തിൽ ആവശ്യമായ ഒരു സാധനമാണ്. ശരിക്കും നമുക്ക് ഒരു എന്താ പറയാ, ദേഷ്യം സൃഷ്ടിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇത് ശരിക്കും. എങ്കിലും നമുക്ക് ഒരു അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച്, ഒരു പട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനോടൊപ്പം കോർട്ടിസോൾ ആണ് നമ്മളെ ഭയം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനോടൊപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അഡ്രിനാലിനും. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു ഒരു ദേഷ്യമാണ് ഒരു കറേജ് ആയിട്ടൊക്കെ മാറിയിട്ട് ഓരോ സെല്ലിലേക്ക് ആവശ്യമുള്ള എനർജി ഇല്ലേ നമ്മൾ അതിനെ പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പട്ടി കടിക്കാനായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിനെ തല്ലി ഓടിക്കാനോ ഒക്കെ ഉള്ളൊരു അവസരം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇത് നോർമലി ഒരാളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് എപ്പോഴാണോ അത്തരത്തിലേക്ക് ഒരു സാഹചര്യം നമുക്ക് വേണ്ടത്, ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അഡ്രിനാലിൻ. എന്നാൽ അമിത മദ്യാസക്തി എന്നൊരു പ്രശ്നം കൊണ്ട് മദ്യം അമിതമായി ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഇതിന്റെ ഉൽപാദനത്തിൽ താളപ്പിഴ സംഭവിക്കും. വേണ്ട സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് അത് അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്തരം ആ ഹോർമോണിന്റെയൊക്കെ ഉൽപാദനം ഈ മദ്യം കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറഞ്ഞ ഒരു 10 പേരുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പറ്റതൊരു ധൈര്യം കിട്ടുന്നൊരവസ്ഥ. അപ്പൊ അത്തരത്തിലൊരു ധൈര്യം ഉണ്ടാവാന് ഈ ഈ ഒരു സാധനം നമ്മളെ സഹായിക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ തന്നെ മറ്റൊരു ഫലമാണ് അമിതമായിട്ടുണ്ടായിട്ട് ആവശ്യത്തിൽ കൂടുതൽ. അപ്പൊ നമ്മൾ കൂടുതൽ അഗ്രസീവ് ആവുകയും ദേഷ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങൾ, വലിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയൊക്കെ ഇതുമൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത് ശരിക്കും നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട നമ്മുടെ മെറ്റബോളിസത്തിന്റെ ആ ഒരു അവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെയാണ് മദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ മദ്യത്തിന്റെ ഉപയോഗം നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഹോർമോൺ കൃത്യമായും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥ ബാലൻസ് ആവാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ നേരത്തെ ഇവിടെ പല കഥകളും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വളക്കൂറുള്ള സാധാരണ ഒരു മണ്ണിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് രാസവളം ഉപയോഗിക്കുമ്പോഴത്തേക്ക് കൃഷി വളരെ കൂടുതൽ ഇതായിട്ട് പൂക്കളും ഫലങ്ങളും ഒക്കെ നന്നായിട്ട് ഉണ്ടാവുമെങ്കിലും ആ രാസവളത്തിന്റെ ഉപയോഗം നിർത്തി കഴിയുമ്പോൾ ആ മണ്ണിൽ പിന്നെ ഒരു പുല്ല് പോലും കിളിക്കാത്തൊരവസ്ഥ വരുമെന്നൊക്കെ പറഞ്ഞതുപോലെ ഈ മദ്യം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് നിന്നു പോവുകയും അല്ലെങ്കിൽ അമിതമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. ആ താളപ്പിഴ സംഭവിച്ചു പോകുന്നൊരവസ്ഥ ഇതിനകത്ത് വരുന്നത്. ഇത് ശാരീരികമായിട്ടുള്ളൊരു അലർജി തന്നെയാണ്. ഇതിനെ ക്രമപ്പെടുത്തി എടുക്കാനാണ് നമുക്കിവിടെ ഒരു അവസരം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ കിട്ടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിന്നിപ്പോൾ 10ാമത്തെ പടിയിലൊക്കെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ദൈനംദിനം ഇൻവെന്ററി ഒക്കെ എടുത്ത് ഓരോ വിഷയങ്ങളോടൊപ്പം ചേർന്ന് പോകുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രവർത്തനത്തെയൊക്കെ വിലയിരുത്താനൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഇത്തരം നീരസങ്ങളും രോഷവും ഒക്കെ നമ്മളെ എവിടെയൊക്കെ എങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടെത്താനും പറ്റും. എന്നാൽ ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു കാര്യമാണെങ്കിൽ ഇതിന്റെയൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം, മദ്യത്തിൽ നിന്ന് മാറി നിന്ന് യാത്ര തുടങ്ങുന്ന അവസരത്തിൽ നമ്മളിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഇത്തരം നീരസവും രോഷവും. സ്വാഭാവികമായും നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം, ആ ഒരു തോന്നല് നമ്മളെ പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിന് കാരണമായി തീരാൻ ഈ ഒരു ദേഷ്യം ഒക്കെ തോന്നും. കൂട്ടായ്മയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഈ എളിമ പരിശീലിക്കുന്ന പ്രോഗ്രാമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ തയ്യാറാവുന്നുണ്ട്. മീറ്റിംഗ് ഹാളിലൊക്കെ വന്ന അനുഭവങ്ങളൊക്കെ തുറന്നു പറയുകയും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന പുതുതായിട്ട് വരുന്നവർ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവരിലൊക്കെ നമ്മളെ കണ്ടെത്താൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരോട് സംസാരിക്കുകയും അതുവഴി നമ്മൾ പതുക്കെ എളിമയിലേക്ക് എത്തുകയും മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും സഹിഷ്ണുതയും പുതുതായിട്ട് കടന്നു വരുന്ന ആളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ
വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്കിതിനകത്ത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ശത്രുത, നീരസം, രോഷം എന്നീ വികാരങ്ങൾ ലഹരിയുമായിട്ടും അതിനേക്കാൾ കൂടുതലായിട്ട് അഗാധമായി മദ്യാസക്ത രോഗമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ചില ശാസ്ത്രജ്ഞർ ഒരിക്കൽ നിരവധി മദ്യപന്മാരോട് എന്തുകൊണ്ടാണ് അവർ കുടിച്ച് ഉന്മത്തരാകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരം കൂടുതൽ ഇപ്രകാരമായിരുന്നു: അപ്പോൾ ആരെ വേണമെങ്കിലും രണ്ട് ചീത്ത പറയാം എന്നുള്ളൊരവസ്ഥ. മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരല്പം ധൈര്യം കൂടുതലുണ്ടാകുന്ന ഒരു സാഹചര്യം. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എനിക്ക് പ്രിന്റിംഗ് ആണ് എൻ്റെ തൊഴിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പേയ്മെന്റുകളൊക്കെ ഡിലേ വരികയും അത് കൃത്യമായി കിട്ടുന്നത് കൊണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി ഡിലേ ഒക്കെ ആവുന്ന സാഹചര്യങ്ങളുണ്ട്. എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ സാഹചര്യത്തിൽ മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പേയ്മെന്റ് കിട്ടാനുള്ള സ്ഥലത്തെ കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയും അവരെ ഫോണിൽ വിളിച്ച് ബഹളം വയ്ക്കുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അത്തരം ബുദ്ധിമുട്ടുണ്ടായ അവസരങ്ങളുണ്ട്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പോഴ് കയറി പറഞ്ഞ് സംസാരത്തിൽ വല്ലാത്ത രീതിയിൽ എനിക്ക് പൈസ കിട്ടാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അവരെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ പ്രസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി നിന്നിട്ട് നാല് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പോയി നിന്നിട്ട് അവരെ ഫോൺ വിളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും അത്തരത്തിൽ മദ്യപിച്ചു കഴിഞ്ഞാല് അത്തരത്തിലൊരു സ്വാതന്ത്ര്യം, എന്നാൽ ഈ സ്വാതന്ത്ര്യം പോലീസുകാരെ കാണുമ്പോഴത്തേക്കില്ല. എത്ര ധിക്കാരപരമായിട്ടും ധീരമായിട്ടും ബഹളമൊക്കെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ഒരു പോലീസുകാരനെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന്റെ എല്ലാ ഇതും മാറി വെച്ച് നിർത്തുന്ന, വളരെ എളിമയോടുകൂടി സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത്തരത്തിലെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ പെരുമാറാനായിട്ട് ഇത് നമ്മളെ നയിക്കും എന്നുള്ളതാണ്. രോഷത്തെ അനുധാവനം ചെയ്യുന്ന ശാരീരിക മാറ്റങ്ങളും മദ്യവും തമ്മിൽ അതീവ സൂക്ഷ്മവും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തതായ ഒരു ജൈവ രസതന്ത്ര ബന്ധം നിലവിലുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ രോഷത്തെ കൂട്ടുന്ന, നമ്മുടെ ഉള്ളിൽ ഒരല്പം ദേഷ്യം ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ കൂടുതൽ ആക്കത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക മാറ്റം മദ്യം കഴിക്കുന്നതിലൂടെ നമ്മൾ സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നീരസങ്ങൾ മദ്യപരുടെ രക്തത്തിൽ അസ്വസ്ഥതയുടെ ഒരവസ്ഥ സൃഷ്ടിക്കുമെന്നും അത് ഒരു മദ്യപാന പരമ്പരയിലൂടെ മാറിക്കിട്ടുമെന്നും മദ്യാസക്ത രോഗികൾക്കിടയിൽ നടത്തിയ ഒരു പഠനം തെളിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും മദ്യം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ആ ഒരു നീരസവും അല്ലെങ്കിൽ മറ്റൊരാളിനോടൊരു വെറുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും, ഒരു ദേഷ്യം തക്കതായ കാരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് കിട്ടും എന്നുള്ളതാണ്. അത് മദ്യം ഈ ദേഷ്യം മാത്രമല്ല, സങ്കടം, സന്തോഷം, ഭയം, കോപം എന്നീ അടിസ്ഥാന വികാരങ്ങളൊക്കെയും വല്ലാതെ അങ്ങോട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാവാറുണ്ട്. അതിനകത്ത് നമ്മളെ കൂടുതൽ ദോഷപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ദേഷ്യപ്പെടലാണ്, കോപമാണ്, ഈ നീരസമാണ്, ഈ റിസന്റ്മെന്റ് ആണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയുമെന്ന തോന്നൽ മദ്യപാനികൾ ആസ്വദിക്കുന്നുണ്ടെന്നാണ് ഇതിനിടയ്ക്ക് അല്ലാതെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ചിന്തിച്ചാൽ മതി. നമുക്ക് മദ്യപിക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ആർജവമൊക്കെ എടുത്ത് സംസാരിക്കാൻ മദ്യപിച്ചു കഴിയുമ്പോൾ കഴിയുമെന്നുള്ളതാണ്. രണ്ടെണ്ണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോ ആണെന്നുള്ളൊരു തോന്നൽ വരിക. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്ഥാപനത്തിനകത്തൊക്കെ രാവിലെ കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലും ഞാൻ അവസാന സമയങ്ങളിലൊക്കെ രാവിലെ തന്നെ മദ്യപിച്ചിട്ട് പ്രസ്സിൽ ചെല്ലും. മദ്യപിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ സ്റ്റാഫുകളുടെ ഒക്കെ ഇടയിലൊക്കെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യമേ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ അറിയാം, മദ്യത്തിന്റെ ലഹരി ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു ഒരു നമ്മളിലൊരു ഒരു ദേഷ്യമാണ് വന്ന് കയറുന്നത്. തക്കതായ കാരണമൊന്നും കാണുന്നില്ല, എന്നാലും അവരോട് ദേഷ്യപ്പെടുകയും ഉടനെ തന്നെ പോയി ഒരു അല്പം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതങ്ങ് മാറുന്നൊരവസ്ഥ. അപ്പം മദ്യം വല്ലാതെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ ഈ അനലോഗ് ലെവലിൽ ഇങ്ങനെ കേറി ഇറങ്ങി പോകുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കയ്യേറ്റങ്ങളും കൊലപാതകങ്ങളും മദ്യപാനവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി നിരവധി വസ്തുതകൾ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് അറിയാം മദ്യപിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങളിൽ സംഭവിച്ചു പോകുന്ന കൊലപാതകങ്ങൾ, കാര്യങ്ങൾ ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അമിതമായിട്ട് മദ്യം ഉപയോഗിച്ചിട്ട് പിന്നെ മദ്യം കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് ഹാലൂസിനേഷൻ എന്നൊക്കെയുള്ള കാര്യം നമ്മളിപ്പോൾ ഇതിനകത്ത് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഡോക്ടർ വന്ദനയെ കൊന്ന ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെ മനസാക്ഷിയിൽ ഒരു വിഷമമുണ്ടാക്കിയ ഒരു അവസ്ഥയാണ്. മദ്യപാനത്തിന്റെ ഒരു ബലിയാണ് ഡോക്ടർ വന്ദന.
അപ്പോൾ ആ കാര്യം അദ്ദേഹത്തിന് സംഭവിച്ച ഡോക്ടർ വന്ദനയെ കൊന്നത് ശരിക്കും മദ്യത്തിന്റെ ആ ഒരു ഹാലുസിനേഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് അതിനെപ്പറ്റി ഒരു ഓർമ്മ പോലും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അദ്ദേഹം അത് പുള്ളിയെ ആക്രമിക്കാനായിട്ട് ആരോ വരുന്നു, അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ പ്രവർത്തിച്ചതെന്നാണ് പുള്ളിയുടെ ചിന്ത. അതൊന്നും നിയമത്തിന്റെ മുന്നിലൊന്നും ഒരിക്കലും ഒരു പഴുതാവുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള മദ്യപാനങ്ങൾ പലപ്പോഴും കയ്യേറ്റങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ആയി തന്നെ തീരുന്ന ഒരവസ്ഥയിലേക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. കൊറോണയുടെ ഒക്കെ കാലഘട്ടത്തിൽ കൊറോണ സമയത്ത് മദ്യം കിട്ടാതെ വന്ന സമയത്ത് പലരും ഒരുപാട് മദ്യപിച്ച് നടന്നിരുന്നവരൊക്കെ മദ്യപിക്കാതിരിക്കുക. എന്നാൽ അതിനുശേഷം മദ്യം സുലഭമായ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിതാവിനെയൊക്കെ കൊന്നതും നമ്മൾ ആ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടത് അത്തരത്തിലൊക്കെ ഉള്ള ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ മദ്യം അത്രത്തോളം ഒരാളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. ചില രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങളുടെ വലിയ പങ്കും ഇരയോ അക്രമിയോ അല്ലെങ്കിൽ ഇവർ ഇരുവരും മദ്യലഹരിയിലായിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് കാണപ്പെടുന്നത്. നമുക്കിവിടെ അറിയാം, ബലാത്സംഗം, വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന കുടുംബകലഹം, കുട്ടികളെ ചൂഷണം ചെയ്യല്, സായുധ കൊള്ളയടികൾ എല്ലാം അത് അമിത മദ്യപാനത്തിന്റെ ഫലമാണെന്ന് കാണാം. ഇതിനെയൊക്കെ അക്കമിട്ട് നിരത്തി പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്കിന്ന് വാർത്തകൾ നമുക്ക് അറിയാവുന്നതാണ്. മദ്യത്തിന്റെ മാത്രം ലഹരിയിൽ സംഭവിച്ചു പോകുന്ന പല പല കാര്യങ്ങളും ആ സമയത്തുണ്ടാവുന്ന ആ ഒരു വിദ്വേഷം മൂലമാണ്. നമ്മളിവിടെ എത്ര എത്ര കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മദ്യത്തിന്റെ മാത്രം നമുക്ക് വാർത്തകളിലൂടെ കാണാൻ പറ്റുന്നത്. ഇതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് ഈ ഒരല്പം മദ്യം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് തിളച്ചു മറിയുന്ന രീതിയിലേക്കുള്ള കോപം വന്ന് കയറുന്നതാണ്. ശാരീരികമായിട്ടുള്ള ഒരു അലർജിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഈ സംഭവം നമ്മളെ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്, എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മളിൽ അപ്പൊ വരുന്നു എന്നുള്ളതാണ്. വരും വരായികകളെ പറ്റി ചിന്തിക്കാതെ എന്ത് കാര്യവും ചെയ്തു തീർക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ. ഇത്തരം അനുഭവമില്ലാത്ത നമ്മളിൽ ചിലർക്ക് പോലും മദ്യലഹരിയിൽ നിഷ്ഠൂരമായ ക്രോധാവേശം, ആവിധമുള്ള പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നയിക്കുന്ന കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഈ വഴക്കോ ബഹളോ അടിപിടിയോ ഒന്നും അങ്ങനെയൊന്നും അത്തരത്തിലുള്ള ഒരു പ്രവർത്തികളിലൊന്നും ഏർപ്പെടാതെ സാധാരണ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിന് പോലും ഒരല്പം മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോ ഈ അടിയിലേക്കും വഴക്കിലേക്കും നമ്മൾ എത്രയോ കത്തിക്കുത്തും കൊലപാതകങ്ങളും ഒക്കെ ചെന്ന് എത്തുന്ന ഒരു അവസ്ഥ. പക്ഷെ അവര് അടിസ്ഥാനപരമായിട്ട് അവർ അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മദ്യം എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ പിന്നില് അത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ അത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അത് 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 മനഃപൂർവ്വം അത്തരത്തിൽ ചെയ്യിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രത്തോളം ലഹരി ഒരാളിനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പോകുന്നത്. അതേസമയം മനുഷ്യ ജീവികൾക്ക് സമയാസമയങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയാണ് കോപം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാല് കോപം നമുക്ക് അനിവാര്യമായ കാര്യമാണ്. നമുക്ക് ജന്മവാസനകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളുടെ വികാരങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് കോപം. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന അത്തരം ശാരീരിക അവസ്ഥ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ അത് അനിയന്ത്രിതാവസ്ഥയിലേക്ക് കടക്കുന്നത് എന്നൊരവസ്ഥയാണ് നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യവർഗത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഭയത്തെ പോലെ കോപത്തിനും ഒരു ആവശ്യം ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി നമ്മളിത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് റിസന്റ്മെന്റും ഈ നീരസവും കോപവും പറയുമ്പോഴത്തേക്ക് അതിന്റെ മുന്നോടിയായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഭയം. നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് എപ്പോഴും നമ്മളെ സ്ഥായിയായി നമ്മളിൽ ഉരുണ്ടുകൂടിയിരുന്ന ഒരു വികാരമാണ് ഭയം. ഭയത്തിൽ നിന്നുമാണ് അത് നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് അത് കോപമായി മാറിക്കൊണ്ടിരുന്നത്. ഈ ഗ്ലാൻഡിന്റെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പം അതിൻ്റെയോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ ആണ് ശരിക്കും നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ. കോർട്ടിസോളിന്റെ ഒപ്പം കൂടെ പ്രവർത്തിച്ചുണ്ടാവുന്ന സാധനമാണ് അഡ്രിനാലിനും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൊച്ചുദാഹരണം, പട്ടിയെ കാണുന്ന കാര്യം പറഞ്ഞപ്പോൾ പട്ടിയെ കാണുമ്പോൾ ആദ്യമേ ഭയമാണ് ഉണ്ടാവുന്നത്. ആ ഭയത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ അതിനെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു മാർഗം നോക്കിയിട്ട് ഓടുകയോ അതിനെ അടിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അത്തരത്തില് ഈ കോപത്തിനോടൊപ്പം ഭയം കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത്തരം ഭയപ്പാടുകളുടെ ഒടുവില് നമ്മളതൊരു കോപത്തിലേക്കായിരിക്കും ചെന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഒരാളിനോട് തോന്നുന്ന ഒരു നീരസം ഉരുണ്ടുകൂടി അതൊരു കോപാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ തന്നെയാണ് ഭയവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു നീരസം തോന്നിയാൽ പോലും ആ നീരസം വളർന്ന്
വലിയൊരു കോപമായി മാറുന്നൊരവസ്ഥ നമുക്കുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് ഭയവും നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും അതിര് കടന്ന കോപം സൃഷ്ടിച്ചിട്ടുള്ള കലാപങ്ങളും വാക്കേറ്റങ്ങളും സമൂഹത്തിനും വ്യക്തികൾക്കും വരുത്തിയിട്ടുള്ള കേടുപാടുകൾ അപലപനീയവും നിഷേധിക്കാനാവാത്തതുമാണ്. അത് നമുക്ക് മദ്യം അതിനെ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ആർക്കും ഭൂഷണമല്ല കോപം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ആ കഠിനമായിട്ടുള്ള ദേഷ്യപ്പെടലും കോപത്തോടു കൂടിയുള്ള പ്രവൃത്തികളും ഒന്നും ആർക്കും ഭൂഷണമല്ല. എന്നാൽ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അതിനെ കൂടുതൽ കൂടുതൽ ആ ആക്കം കൂട്ടുന്ന ഒരു അവസ്ഥ ഇതുമൂലം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളെ കൂടുതൽ ദോഷത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പൊ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി മതങ്ങളും തത്വശാസ്ത്രങ്ങളും നമ്മളോട് ഒരു സന്തോഷകരമായ ജീവിതം കണ്ടെത്താനായി കോപത്തെ ഉപേക്ഷിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോ അതിനകത്ത് ഈ തീവാർന്ന കോപത്തോടുകൂടി ചിന്തിക്കുന്നവരൊക്കെയും അവസാന അപകടങ്ങളിൽ തന്നെ പെട്ടിട്ടുള്ളത്. അതായത് കോപം ഒന്നിനും ഒരു പരിഹാരം ആവുന്നില്ല എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമ്മളുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഇത്തരം ഒരു കോപം വരുമ്പോഴത്തേക്ക് അതിന്റെ കാരണം കണ്ടെത്തി അതിനെ അത്തരം സാഹചര്യങ്ങളിൽ ഈ കോപം നമ്മളെ കുടിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ടൈമിലെ ആദ്യ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു വലിയ പ്രശ്നം. അപ്പൊ അത് മനസ്സിലാക്കുക. നമുക്ക് കൂട്ടായ്മയിലൂടെ യാത്ര തുടക്കം കുറിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം അമിതമായ കോപം നമ്മളിൽ വന്നു കയറുമ്പോഴത്തേക്ക് അതൊരു കുടിയിലേക്ക് നമ്മളെ നയിച്ചേക്കാം. തക്കതായ കാരണമൊന്നും ഇല്ലാതെ തന്നെയും നമുക്ക് ഇത്തരം കോപം, ആ റിസെന്റ്മെന്റ്, നീരസം ഉള്ളിൽ കടന്നു വരാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇന്നിപ്പം നമ്മുടെ മീറ്റിംഗിന്റെ തുടക്കത്തില് 2-3 പേര് ഷെയർ ചെയ്തപ്പോൾ ആ കാര്യം അത് തുടർന്ന് പയ്യനെ പറഞ്ഞു. തക്കതായ ഒരു കാരണം പറയാൻ പോലും ഇല്ല. വെറുതെ നമുക്കൊരു നീരസം തോന്നുന്ന ഒരവസ്ഥ. പക്ഷെ ആ നീരസത്തിന്റെ അതിന്റെ ഒടുവില് ആ നീരസം ഉരുണ്ടൂടി കോപമായി മാറുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പരിഹാരമൊക്കെ ഉണ്ട്. ആ പരിഹാരം എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ഇത് പ്രോഗ്രാമിന്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് കൃത്യമായി നമ്മള് 10ാമത്തെ പടിയിലൊക്കെ എത്തുമ്പോൾ നമുക്ക് അതിന്റെ ഇൻവെന്ററി എടുത്ത് പോകുന്ന സാഹചര്യത്തില് ഈ സ്പോട്ട് ഇൻവെന്ററിക്ക് തന്നെ അവസരം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ അത് അത്ര എത്തുന്നതിന് മുമ്പുള്ള ആ തുടക്കക്കാരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഇതെന്നെ കുടിയിലേക്ക് കൊണ്ടെത്തിച്ചു കളയുമെന്നുള്ള തിരിച്ചറിവ് മാത്രം മതി അതീന്ന് കുറേശ്ശെ കുറേശ്ശെ മാറി നിൽക്കാനൊരു അവസരം. എന്നാൽ പൂർണ്ണമായ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനെ ഒരു ക്രമപ്പെടുത്തലിന് നമ്മൾ തീർച്ചയായിട്ടും പ്രോഗ്രാമിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപം പ്രകടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലും അനാവശ്യമായിട്ടോ, നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് കോപപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും തോന്നാറില്ല. നമ്മൾ ആവശ്യത്തിനാണ് കോപപ്പെടുന്നതെന്നാണ് നമ്മളെപ്പോഴും. അത് ആവശ്യമായിരുന്നു. അതങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാ ഞാനങ്ങനെ ദേഷ്യപ്പെട്ടത് എന്ന് നമ്മള് അതിനെ ന്യായീകരിക്കുമെങ്കിലും അതിനുശേഷം സമാധാനമായിട്ട് നമ്മൾ ആ ദേഷ്യപ്പെട്ട അവസ്ഥയെ, ദേഷ്യം പ്രകടിപ്പിച്ച അവസ്ഥയെ നമ്മൾ വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കതിനകത്ത് മനസ്സിലാവും നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങള്. അപ്പൊ നമ്മൾ നമ്മളില് ഉണ്ടാവുന്ന ദേഷ്യത്തെ സപ്രസ് ചെയ്ത് വെക്കുന്നതിലും കാര്യമില്ല എന്നുള്ള അതിനൊക്കെ കൃത്യമായ ലളിതമായ ഉദാഹരണങ്ങൾ നമുക്ക് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഉള്ളിൽ വരുന്ന ദേഷ്യത്തെ അമർത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ അടുത്ത നിമിഷം അത് മറ്റൊരു രൂപത്തിൽ പുറത്തേക്ക് വരും എന്നുള്ളതിന് ഒരു ഉദാഹരണം കഥയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ സണ്ണിച്ചേട്ടൻ പമ്പിൽ പെട്രോടിക്കാനായിട്ട് നമ്മൾ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ വരി തെറ്റിച്ചിട്ട് ഒരാൾ കയറി പോകുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് അത് സ്വാഭാവികമായി നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്ക്. പക്ഷെ നമ്മളിപ്പോ ഇന്ന് മനസ്സിലാക്കി എനിക്ക് അത്തരത്തിൽ കോപപ്പെടാനൊന്നും പാടില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ക്ഷമയോടെ വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാൾ വരിയിലൊന്ന് തെറ്റിക്കേറി അല്ലെങ്കിൽ എനിക്ക് മുമ്പേ തള്ളി കയറാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ നിൽക്കും. അയാൾ കയറിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ഞാൻ എൻ്റെ ഉള്ളില് തീർച്ചയായിട്ടും വിട്ടുകൊടുക്കുക, ക്ഷമയോടെ എളിമയോടെ നിൽക്കാൻ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ മെമ്പറാണ് അല്ലെങ്കിൽ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലാണോ അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിയ നീരസത്തെ അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കും. തൊട്ടടുത്ത നിമിഷം തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയോ മകനോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ദേഷ്യം അവരുടെ മേൽ പൊട്ടിത്തെറിച്ച് വീഴുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടെത്താറുണ്ട്. അപ്പൊ ആ ഒരു നമ്മളോട് മത്സരിച്ച് വണ്ടിയും കൊണ്ട് കേറിയ ഒരാളിനോട് തോന്നിയ നീരസം അവിടെ പ്രകടിപ്പിക്കാതെ തൊട്ടടുത്തിരുന്ന ഒരു വിഷയമില്ലാത്ത അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും അതിനെ വിലയിരുത്തണം. അങ്ങനെ അപ്പൊ ഒരു മകനോടോ ഭാര്യയോടോ ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തിന് നമ്മുടെ ഇൻവെന്ററി ഒക്കെ എടുക്കുന്ന ആ സാഹചര്യങ്ങൾ നമുക്ക് എന്തിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്? അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി?
അത് ദേഷ്യപ്പെടാതിരുന്നെങ്കിലുള്ള അവസ്ഥ, അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താൻ ഒരു സാഹചര്യം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത വരും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ദേഷ്യം വരുമോ നമുക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലോ ഈ ഒരു ചിന്ത വന്നിട്ട് നിർത്തത്തൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടും. പക്ഷേ ഇതൊരു പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിലൊരു ബാക്കിലോട്ടൊരു വലിയ ഉണ്ടാവും. അത് ചെയ്യാതിരുന്നാൽ എനിക്ക് കിട്ടുന്നൊരു സുഖത്തെപ്പറ്റി ചിന്തിക്കാനും അത്തരത്തിലേക്ക് മാറാനും ഒക്കെ. അങ്ങനെ നിരന്തരമായ പരിശീലനത്തിലൂടെയൊക്കെ ഇതിനെ നമുക്കൊരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിലും അത്രയും വരെ എത്തുന്നതിന് മുമ്പുള്ള ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ വളരെ സൂക്ഷിച്ച് നിയന്ത്രിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കൃത്യമായി പറഞ്ഞത് കോപം ഉള്ളിലടക്കി സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് 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 അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. അമർഷം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് മനസ്സിനെ വിഷലിപ്തമാക്കുമെന്നും അഗാധമായ വിഷാദ രോഗത്തിലേക്ക് നയിക്കുമെന്നും പഴമക്കാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് അവിടെയാണ് നമ്മൾ പരിശീലനത്തിന്റെ ഭാഗമായി ചെയ്യുന്നത്. രോഷം എല്ലാ അർത്ഥത്തിലും പ്രാപഞ്ചികമായ മാനസിക പ്രശ്നമാണ്. പക്ഷെ അത് മദ്യാസക്ത രോഗികൾക്ക് ഒരു പ്രത്യേക ഭീഷണിയാണ്. അപ്പൊ അത് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. രോഷം എല്ലാ അർത്ഥത്തിലും പ്രാപഞ്ചികമായ ഒരു മാനസിക വികാരമാണ്. രോഷം ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഇത്തരത്തിലുള്ള രോഷവും നീരസവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക ഭീഷണിയാണെന്നുള്ളതാണ്. നമ്മളുടെ കോപത്തിന് നമ്മളുടെ ജീവൻ എടുക്കാനുള്ള ശേഷിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ അടിവരയിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. പലരും അവരുടെ കോപമൊക്കെ അവര് അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞാൻ മദ്യപിച്ചിരുന്ന കാലയളവില് ഞാൻ അത്തരത്തിലൊരാളായിരുന്നു എന്നാണ് എന്റെയും ധാരണ. അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. എന്റെ സ്വന്തം സ്ഥാപനം അത്ര വലിയ സ്ഥാപനമൊന്നുമല്ല. എന്നാലും അവിടെ 10, 12 സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവര് എന്റെ സ്റ്റാഫുകൾ ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുക അത്തരത്തിലുള്ള. അപ്പൊ അവിടെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളായിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വളരെ കണിശക്കാരനായിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് പകലും ഒക്കെ മദ്യപിക്കുന്നത് കൊണ്ട് തന്നെ എന്നെ ആരും കുറ്റം പറയാതിരിക്കാൻ അവരുടെ മേലുള്ള കുതിര കയറുന്നൊരവസ്ഥ, അവരുടെ കുറ്റങ്ങൾ ഞാൻ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അവരെ കുതിര കയറുന്നൊരവസ്ഥയൊക്കെ എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതൊരു ഞാൻ അലങ്കാരമായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. കാര്യം എന്നെപ്പറ്റി എന്റെ കൂടെ ഉള്ളവർ തന്നെ എന്റെ സഹോദരങ്ങൾ തന്നെ പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യക്കാരനാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എന്നൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കോപമൊക്കെ അലങ്കാരമായിട്ട് പോലും നമ്മൾ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേക ഭീഷണിയായിട്ടുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ആൽക്കഹോളിക് ആയിട്ടുള്ള നമുക്ക് പ്രത്യേക ഭീഷണിയായിട്ടുള്ള ഈ സംഭവത്തെ അലങ്കാരമായി കൊണ്ട് നടക്കാൻ പോലും നമ്മൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഈ പറഞ്ഞ വരികള് അടിവരയിട്ട് നമ്മൾ ഹൃദയത്തിലേക്ക് ചില അവസരങ്ങളിലും കോപത്തിന് നമ്മളെ ജീവനെടുക്കാനുള്ള ശേഷിയുണ്ടെന്നുള്ളതാണ്. ചിലരിലെങ്കിലും അത്രത്തോളം തീവ്രത ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നിലത്തടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങള്. ഇതൊക്കെ നമ്മൾ മദ്യപിച്ചിട്ടെന്ന് പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളാണ്. മദ്യപിച്ചത് കൊണ്ട് ആണോ കുഞ്ഞുങ്ങളെ എടുത്ത് നിലത്തടിച്ചത്? ആ തിളച്ചു മറിയുന്ന കോപം, ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യത്തില് ആ സമയത്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ജീവൻ എടുക്കാനുള്ള ജീവൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ കഠിനമായ കോപത്തിനുണ്ട് എന്ന് പറയുന്നത്. ശത്രുത, പക അല്ലെങ്കിൽ നീരസം എന്നിവ നമ്മളിൽ മദ്യപിക്കാനുള്ള ആഗ്രഹം സൃഷ്ടിക്കുന്നുവെന്നും അതുകൊണ്ട് അത്തരം വികാരങ്ങൾക്കെതിരെ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണമെന്നും ഇതിനകത്ത് പഴമക്കാരെപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ്. ഞാന് കൂട്ടായ്മയിൽ എത്തുന്നതിന് കുറെ കാലത്തിന് മുമ്പ് തന്നെ എന്നോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. "എന്റെ മദ്യപാനം അത്ര കറക്റ്റ് അല്ല." അവനും ഞങ്ങൾ ഒരുമിച്ചൊക്കെ മദ്യപിക്കുന്നതായിരുന്നു ബാറില്. "നിന്റെ കുടി അത്ര നല്ലതല്ല. നീ ഇതിന്ന് മാറണം. ഞാനൊരു കൂട്ടായ്മയിൽ പോകുന്നുണ്ട്. ഞാൻ നിന്നെ വിളിക്കാം വരാനൊക്കെ" ആയിട്ട് എന്നോട് പറഞ്ഞു. പക്ഷെ അവൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള പേരോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളോ ഒന്നും എനിക്ക് തന്നില്ല. എന്നോട് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും തോന്നിയത് അവൻ തീർച്ചയായിട്ടും കുടി നിർത്തേണ്ട സ്വഭാവമാണ്. കാര്യം അവൻ എപ്പോഴും മദ്യപിക്കുന്നവനാ. എനിക്ക് അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ വീണ്ടും കുടിച്ച് മുന്നോട്ട് പോകാമെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ബാറിൽ പലപ്പോഴും കാണുന്നതുകൊണ്ടാണ് അവൻ എന്നോടത് പറഞ്ഞത്. പക്ഷെ ഞാനും കേറുന്നത് ബാറിൽ കുടിക്കാനായിരുന്നു എന്നുള്ള കാര്യം എന്റെ ഓർമ്മയിൽ വന്നില്ല. മറിച്ച് അവനാണ് ആവശ്യം എന്നുള്ള രീതിയിൽ ഞാൻ അവനെ അങ്ങ് ഉപേക്ഷിച്ചു. ആ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായിട്ടും നിരാകരിച്ചു. ഞാൻ പോയില്ല.
വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൂട്ടായ്മ കണ്ടെത്താൻ എനിക്കൊരു അവസരം ഉണ്ടായി. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ എത്തിയത് ആ സുഹൃത്ത് അറിഞ്ഞു. അവൻ ആ ഗ്രൂപ്പിൽ അല്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ കൂട്ടായ്മയിൽ എത്തിയത് അറിഞ്ഞു. എന്റെ പരിസരത്തൊക്കെ ഉള്ള ആൾ തന്നെയാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അവൻ രാവിലെ എന്നെ കാണാൻ വന്നു. വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞത്, സന്തോഷമുണ്ട് നീ കൂട്ടായ്മയിൽ എത്തിയതിൽ. തീർച്ചയായിട്ടും നിനക്ക് വളരെ അനിവാര്യമായിട്ടുള്ളതായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസ്. ഇനി നീ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ഇത് നിനക്ക് ജീവിതാവസാനം വരെയും കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അവൻ ഇറങ്ങാൻ നേരത്ത് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ കുടുംബത്തിനകത്ത്, വീട്ടിനകത്ത് ഭാര്യയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തില് എങ്കി ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോയി കുടിക്കാൻ തോന്നും. അവൻ എന്നോട് പറഞ്ഞ വാക്കുകളാണ്. അത്തരം സാഹചര്യങ്ങൾ നീ ഓർത്തുകൊള്ളുക. ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് നീ വരുന്നത്. ഇതൊരു സെൽഫിഷ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നീ നിന്നെ സൂക്ഷിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ നീ ഓർക്കുക എന്ന് പറഞ്ഞു. ഞാനപ്പോ ഇവൻ അങ്ങ് പോയി കഴിയുമ്പോൾ ആലോചിക്കും, ഇവൻ എന്താ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് പോയത്? എനിക്ക് ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷകരമായ അവസ്ഥയാണ്. ഞാനായിട്ട് കൂട്ടായ്മ തിരക്കിപ്പോയി കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുന്നു. അടുത്ത ദിവസമാണ് ഇവൻ വന്ന് പറഞ്ഞത്. ഞാനത് എന്റെ ഭാര്യയോട് പറയുകയൊക്കെ ചെയ്തു. ഇവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കുടിക്കുന്നില്ല. കൃത്യമായി മീറ്റിങ്ങിനൊക്കെ പോകുന്നു. വൈകുന്നേരം നേരത്തെ വൃത്തിയായിട്ട് എന്റെ വീട്ടിലൊക്കെ എത്തുന്നു. സന്തോഷകരമായ അവസ്ഥ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു കാര്യം ഒന്നും രണ്ടും പറഞ്ഞിട്ട് എന്റെ ഭാര്യയായിട്ട് ഒരു ചെറിയൊരു സ്വാരസ്യം ഉണ്ടായ നിമിഷം എന്റെ തലച്ചോറിലേക്ക് വന്ന ചിന്ത, എങ്കി ഇപ്പൊ കാണിച്ചു തരാന്നാണ്. ഇവൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ കുടി നിർത്തിയിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവൾ എന്തിനെന്നെ ഈ കാര്യത്തിൽ, എന്തോ നിസ്സാരമായ കാര്യമായിരുന്നു ആ കാര്യം. പക്ഷേ എന്തുകൊണ്ടോ ആ സുഹൃത്ത് പറഞ്ഞ വാചകം എന്റെ തലയിൽ അപ്പൊ തന്നെ വന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും. നീ അങ്ങനെ പോകരുതെന്ന്. കൃത്യമായും അത് ആ ഒരു അവസ്ഥ വന്ന് പറഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ 2 ആഴ്ചക്കകത്തുള്ള ഒരു കുടിയിലേക്ക് വീണ്ടും ഞാൻ പോയേനെ എന്നുള്ളതാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ദേഷ്യവും നീരസവും ഒക്കെ നമ്മളെ വീണ്ടും കുടിയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കുടിയെ ഒഴിവാക്കി മാറ്റി നിർത്താനൊക്കെ നമുക്ക് ബോധപൂർവം കഴിയും എന്നുള്ളതാണ്. മദ്യാസക്തി എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമാണെന്ന് നമ്മൾ ഒരിക്കലും തോന്നിയിരുന്നില്ല. മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് മദ്യപിക്കുന്നതിനകത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെ മദ്യപിക്കുന്നതെന്നൊക്കെ കരുതിയിരുന്ന സമയത്ത് മദ്യപിക്കുന്നതിന് പാടില്ലായിരുന്നു. പക്ഷേ അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മദ്യത്തിൽ നിന്ന് മാറാൻ എന്ത് മാർഗം കണ്ടെത്താമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളും. നമുക്ക് 7 മാരക പാപങ്ങളാണെന്നാണ് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് ആൽക്കഹോളിക്കിന്. അതിലൊന്നാണ് ഈ കോപം. അപ്പൊ ഇത്തരം കുറവുകൾ നമുക്കുണ്ടെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തു വരാനൊരു സാഹചര്യം ഒരുക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ്. മാർഗം പല രീതിയിലും നമുക്ക് അവലംബിക്കാം. അടിസ്ഥാനപരമായിട്ട് പ്രോഗ്രാമിന്റെ പാതയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ യഥാർത്ഥ ദൈവത്തെ കണ്ട് നമ്മുടെ 3ാമത്തെ തലം, യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്തതിലുള്ള സ്പിരിച്വൽ ബാങ്ക്രപ്സിയാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ആ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുമ്പോൾ കൃത്യമായി അതിന്റെ ഒരു ആശ്രയം കൊടുത്തു പോകാൻ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഈ ഭയമാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഭയത്തിന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഭയമില്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിന്റെ രക്ഷാമാർഗമായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതായത് നമ്മളെ രോഗം മദ്യപാനം മാത്രമല്ല, അതിനപ്പുറത്ത് പല പ്രശ്നങ്ങളും ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ കൃത്യമായും ആ ഉം, ഭയമാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്നതെന്നും അതിൽ നിന്നും ആ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് അല്ല, മറിച്ച് അഭയം തേടി കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് അഭികാമ്യം. തീർച്ചയായിട്ടും ഭയത്തിന്റെ വിപരീത പദം ഭയമില്ലാത്ത അവസ്ഥയെന്നല്ല, അഭയം തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പതുക്കെ പതുക്കെ മദ്യത്തിൽ എത്തിയപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്കൊരു പരിധിവരെ കൊണ്ടു നടക്കാൻ പറ്റി. അതായത് മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നങ്ങളും നമ്മളെ എഫക്ട് ചെയ്യാതിരുന്നത് നമ്മൾ അഭയം കൊടുത്തിരുന്നത് മദ്യത്തിലായിരുന്നത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മദ്യം കൊണ്ട് നമുക്ക് അതിനെ പരിഹരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കുടി നമുക്ക് പറ്റാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മദ്യത്തിൽ നിന്ന് പിന്നോട്ട് മാറി ആ അഭയസ്ഥാനം മദ്യത്തിൽ നിന്ന് എടുത്ത് മാറ്റി. അത് നമ്മൾ പിന്നീട് എവിടെയെങ്കിലും ഒന്ന് കൊടുക്കണ്ട. നമുക്ക് എവിടെയെങ്കിലും അഭയം അർപ്പിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ പരിമിതി എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ ആ അഭയം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആ വലിയ ശക്തിയിലാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അത് പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ നിരന്തരമായ പരിശീലനം നടത്തിയെടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഭയപ്പാടുകൾ അത്
കൃത്യമായി ഇത് അളന്നു മുറിച്ച് എഴുതി പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും, വളരെ സങ്കീർണമായ പ്രശ്നത്തിനും ഒരുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം നമ്മൾ ഊറിക്കൂടി ഏതെങ്കിലും ഒന്നിലേക്ക് കേന്ദ്രീകരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വ്യക്തികളിലേക്കാവുമ്പോഴത്തേക്ക് സാഹചര്യങ്ങളിലേക്കും പോകാറുണ്ട്. നമ്മളിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഭയപ്പാടിനെ നമ്മൾ ആ ഭയം ഊറിക്കൂടി ഏതെങ്കിലും സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ടെങ്കിലും പലപ്പോഴും സംഭവിക്കാറ് വ്യക്തികളിലേക്കാണ് പോകാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ നിസ്സാരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്ത് വന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട ഒരാളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും നീരസം ഉണ്ടാവുന്നത് എന്റെ കുട്ടികളുടെ കാര്യത്തിലാ. അവരുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയായിരുന്നു ആദ്യം എന്നെ വല്ലാതെ പ്രശ്നപ്പെടുത്തിയിരുന്നെങ്കിൽ പതുക്കെ പതുക്കെ പ്രോഗ്രാമിലൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതുമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും നീരസം എന്നെ പലപ്പോഴും വേട്ടയാടിയിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടും ഞാൻ പറയുന്ന രീതിയിലേക്ക് അവർ എത്തിപ്പെടാത്തത് കൊണ്ടും എനിക്ക് അവരോട് തോന്നുന്ന നീരസം ഊറിക്കൂടിയിട്ട് അത് വിരോധമായി മാറുന്നൊരവസ്ഥ. കോപമാണ് അത് പുറത്തു വരുന്നത്. വിരോധം എന്റെ മക്കളോട് എന്ത് വിരോധം തോന്നാനാ? പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ കേട്ടില്ല എന്നുണ്ടെങ്കില്, ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കില് എനിക്ക് അവരോട് ദേഷ്യം വരുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. ആ നീരസപ്പെടുന്ന അവസ്ഥ കൃത്യമായും കോപത്തിലേക്ക് വന്ന് അവരുടെ മേൽ കുതിര കയറുന്ന ഒരവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിന്നൊക്കെ നമുക്ക് പരിഹാരം കിട്ടാനായിട്ടുള്ളൊരു മാർഗം, ആ ഉള്ളിലെ ഭയമാണ് ഈ നീരസത്തിലേക്ക് നയിക്കുന്നതെന്ന് പിന്നീടാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അവരുടെ എക്സാം ഒക്കെ വരികയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ പഠിക്കണം, അങ്ങനെ ആയിരിക്കണം കാര്യങ്ങള്. ഞാ അത് 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 അതിന് പറഞ്ഞു കൊടുക്കും. നമ്മളെന്തോ ഭയങ്കര ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം, അവൻ ഭാവിയില് അവൻ നല്ല രീതിയിൽ പഠിച്ച് അവനൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള എന്റെ ഉള്ളിലെ ഭയമാണ് ആ ഒരു നീരസത്തിന് കാരണമായി തീരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാര്യം ഇത് നമുക്ക് ഏത് വിഷയത്തിൽ നമ്മൾ എടുത്തും തൊഴിലിനകത്താണെങ്കിലും, ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും, ഇന്നിപ്പോ ഒരു സുഹൃത്തൊക്കെ ഇന്നിപ്പോ നേരത്തെ ജോലിയുടെ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇറിറ്റേഷൻ, നീരസം പല തലങ്ങളിലേക്ക് അത് പോകുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ടെന്നുള്ളതാണ്. ആ ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ കൃത്യമായി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തു കഴിയുക. നമുക്ക് വേണ്ടത് ആ ക്രിയേറ്റർ, നമ്മളുടെ സൃഷ്ടാവ് കൃത്യമായി പ്രവർത്തിപ്പിച്ചോളും എന്നുള്ളൊരു വിശ്വാസത്തിന് നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കാനല്ല പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പ്രവൃത്തിയിലൂന്നി പോവുക. ആക്ഷൻ ഈസ് ദ മാജിക് വേർഡ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളില്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായ ഭയത്തിൽ നിന്ന് മാറി കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഭയം ഊറിക്കൂടിയിട്ട് നീരസമാവുകയും നീരസം ഒടുവിൽ കോപമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ നമുക്കൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരാളുടെ മേൽ തോന്നുന്ന നീരസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരാളിനെ എറിയാൻ നമ്മൾ കനല് കയ്യിലെടുക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഒരാളിന്റെ മേൽ എറിയാനായിട്ട് നമ്മൾ ഒരു കനലെടുത്ത് എറിയുമ്പോൾ ആദ്യം പൊള്ളുന്നത് അവനവന്റെ കൈ തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെ വളരെ, വളരെ ക്രിയാത്മകമായി നമ്മൾ മനസ്സിലാക്കി. ഞാൻ അതിന്റെ എനിക്കറിയാവുന്ന, എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ അതിനെ ഇഴകീറി എടുക്കാൻ ശ്രമിച്ചത്. ഓരോ നീരസത്തിന്റെയും അടിസ്ഥാനപരമായി നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും. ആ ഭയത്തെ കൃത്യമായും വേർതിരിച്ചെടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ നീരസത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും അതുവഴി ആ കോപത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെ നമുക്ക് പരിഹരിക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാനൊക്കെ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അസഹിഷ്ണുത ഉണ്ടാവുന്നത് ആ ഉണ്ടാ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. സഹിഷ്ണുത ഉള്ളത് സഹിഷ്ണുത എങ്ങനെ അതിന് അസഹിഷ്ണുതയിൽ സഹിഷ്ണുത കണ്ടെത്താനുള്ളൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ്. അസഹിഷ്ണുതയിൽ സഹിഷ്ണുത കണ്ടെത്താൻ. ഏത് സാഹചര്യത്തിൽ അതിനകത്ത് സ്വസ്ഥമായ ഒരു സാഹചര്യം നമ്മൾ കണ്ടെത്താൻ. നമ്മളിപ്പോ ഒരു ഉദാഹരണമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. തണുപ്പ്. കടുത്ത തണുപ്പെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാ. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മളത് പതുക്കെ പതുക്കെ തണുപ്പ് അനുഭവിച്ച് അവിടെ നിന്ന് നമ്മൾ അതിനകത്തൊരു പ്രതിരോധം നമ്മള് ആർജിച്ചെടുക്കുന്ന ഒരവസ്ഥ. നമ്മള് എത്രയോ മൈനസ് ഡിഗ്രിയിലൊക്കെ പട്ടാളക്കാര് ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരാൾക്ക് അങ്ങനെ ആ ഒരു മൈനസ് ഡിഗ്രിയിൽ പോയി നിൽക്കാൻ പറ്റും. പക്ഷെ അവര് നിരന്തരം അതിനകത്തൂടെ നിന്ന് അപ്പം നമുക്ക് നീരസവും വിദ്വേഷവും ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങളിൽ അതിനകത്ത് നിന്ന് നമ്മള് പരിശീലിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ റൂട്ട് കണ്ടെത്തി, അതിന്റെ വേര് കണ്ടെത്തി
ആ ഒരു കാര്യത്തിൽ നിന്നും അതിനെ മാറ്റിയെടുക്കാൻ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് രോഷത്തിന്റെയും നീരസത്തിന്റെയൊക്കെ റൂട്ട് എന്ന് പറയുന്നത് ഭയം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. രോഷം ഭയത്തിന്റെ അതിര് കടന്ന വളർച്ചയാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. രോഷം എന്ന് പറയുന്നത് ഭയത്തിന്റെ അതിര് കടന്ന വളർച്ചയാണ്. മോഹഭംഗത്തിന്റെ വികാരത്തിനും രോഷത്തിന് ജന്മം നൽകാൻ കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ആഗ്രഹങ്ങളുടെ ഏഹ് ഏഹ് നടക്കാതെ വരുന്നൊരവസ്ഥ. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം, എനിക്ക് ഇത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സംഭവം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അതിന്റെ മേലൊരു ചെറിയ ദേഷ്യം ഉണ്ടാവുകയും അത് കോപത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ സാഹചര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള വലിപ്പത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടു പോകാൻ അത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോ ഭയം മാത്രമല്ല, മോഹഭംഗവും ഈ എന്തോ ഈ നീരസത്തിന് മോഹഭംഗവും റിസന്റ്മെന്റിന് കാരണമാവും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാത്തരം രോഷവും നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. കാരണം അത് കുടിയിലേക്ക് തിരികെ നയിച്ചു കളയും. അപ്പൊ ഏത് തരത്തിലുള്ള രോഷം എന്ത് കാര്യം ആഗ്രഹങ്ങളുടെ നാശം കൊണ്ടോ ഭയം കൊണ്ടോ ഏത് രീതിയിലോ ആയിക്കോട്ടെ, നമ്മളിൽ ഒരു രോഷം ഉണ്ടായി, ഒരു നീരസം ഉണ്ടായി, ഒരു കോപത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മളെ കുടിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ തിരിച്ചറിയേണ്ടത് മാറ്റിവെക്കാനായിട്ട് നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം കോപങ്ങൾ. അപ്പൊ അത്തരം പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന ഒരു സാഹചര്യമൊക്കെ എത്ര തന്നെ നമുക്കത് വേണ്ട, വേണ്ട, വേണ്ട നമ്മൾ മാറ്റിവെക്കണമെന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും ഇത്തരം മീറ്റിങ്ങുകളിൽ റിക്കവറി മീറ്റിങ്ങുകളിൽ പോലും എനിക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിച്ചു. അതിന്റെ ഫലമായിട്ട് ഞാൻ പോയി കുടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കേട്ടോണ്ടിരിക്കുന്ന എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഞാൻ അങ്ങനെ പോകരുത് എന്നുള്ളത്. ഇനി അഥവാ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഇന്നൊരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ കുടിയിലേക്ക് പോയില്ല എന്ന് പറയുമ്പോഴും അതും എനിക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൃത്യമായി നമ്മള് നമ്മളുടെ ഉള്ളിലേക്ക് എടുത്ത് സൂക്ഷിക്കാൻ നമ്മള് പ്രവർത്തിക്കുക. അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. നമ്മള് പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം തോന്നുന്ന ഒരു അവസ്ഥ നമ്മള് സുബോധജീവിതം പുസ്തകത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഹോൾട്ട് എന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി പറയുന്നത് ഹംഗ്രി, ആംഗ്രി, ലേസി, ടയർഡ്നെസ് എന്ന് പറഞ്ഞൊരു കാര്യം. ഇത്തരം സാഹചര്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ ചെയ്ത് ഇരിക്കരുത്. കാര്യം അത്തരം കാര്യങ്ങൾ നമ്മളെ കുടിയിലേക്ക് നയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഭാര്യ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടായ്മയിൽ വന്ന ആദ്യ സമയത്ത് ദേഷ്യം ഭക്ഷണം കഴിക്കാൻ വിശന്നിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ. ഞാൻ തിരിച്ചറിയാതെ പോയത് എന്റെ ഭാര്യ തിരിച്ചറിഞ്ഞതായ കാര്യമാണ്. എന്റെ അടുത്ത് പറയായിരുന്നു, ഞാൻ ദേഷ്യപ്പെടുന്ന ആഹാര സമയത്ത് ആഹാരം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നിൽക്കരുതെന്നുള്ളത്. അപ്പൊ ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ഒരു നീരസം തോന്നുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാൻ വെള്ളം കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പലപ്പോഴും പലരും ഇതിനകത്ത് പഴമക്കാരൊക്കെ നമ്മൾ മീറ്റിംഗിൽ ഷെയർ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. വല്ലാതൊരു ദേഷ്യം തോന്നിയപ്പോഴത്തേക്ക് ഞാൻ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തങ്ങ് കുടിച്ചു. ഒരു അല്പം വെള്ളം തോനെ അങ്ങ് കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു മാറ്റം തോന്നിന്നൊക്കെ. അപ്പൊ അത്തരത്തില് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അതിൽ നിന്നും ഒന്ന് പിന്നിലേക്ക് വരാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാന് വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുന്ന ഈ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാന് ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുന്ന ഒരവസ്ഥ. പലപ്പോഴൊക്കെ വീട്ടിനകത്ത് ഇതൊക്കെ പ്രധാനമായിട്ടും നടക്കുന്ന വീട്ടിനകത്തായിരുന്നു. ഭാര്യയെടുത്തോ മക്കളുടെടുത്തോ ഒക്കെ തന്നെ പൊട്ടിത്തെറിച്ച് വലിയ രീതിയിൽ ബഹളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അയ്യോ അത് വേണ്ടായിരുന്നു തോന്നി എനിക്ക് ആ സമയത്ത് നിന്ന് മാറാനായിട്ട് പെട്ടെന്ന് പോയി ഷവറിൽ പോയി വെള്ളത്തിൽ നീന്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് എനിക്കും തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് താങ്ങാനാവാത്ത നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മുടെ സ്പോൺസറെയോ അല്ലെങ്കിൽ പഴമക്കാരായിട്ടുള്ള ആരെങ്കിലും ഒരാളിനെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു വിഷയം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമ്മളെ സഹായിക്കുന്നുള്ളൂ. അദ്ദേഹം എന്ത് മറുപടി പറയുന്നതിനൊന്നും പ്രസക്തിയില്ല. അതിനേക്കാളും മുമ്പ് തന്നെ നമ്മുടെ ഉള്ളില് ആ ഒരു ഫോൺ വിളി നമ്മൾ അങ്ങനെ ബന്ധപ്പെടാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളില് അതിൽ നിന്ന് പതുക്കെ പതുക്കെ പുറമേക്ക് വരുന്നൊരു മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്പം വിശ്രമമൊക്കെ എടുക്കുന്ന ഒരവസ്ഥ. എന്തെങ്കിലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആയാസകരമായിട്ടൊക്കെ ഉള്ള ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു നിരസനമെന്റോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടൊക്കെ ആ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്ന് റെസ്റ്റ് ഒരു അല്പം വിശ്രമം എടുക്കുക, റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക. മറ്റേതെങ്കിലും ഒരു പ്രവൃത്തിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി മാറാനും ഒക്കെ ചെയ്യുന്നത്, ഒന്ന് മാറി സഞ്ചരിക്കുന്നതും ഒക്കെ ആ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതുപോലെ തന്നെ നിരന്തരമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നത്, ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നത്, ഇഷ്ടമുള്ള സംഗീതം കേൾക്കുന്നത് ഒക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് മെരുക്കി 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 കൊണ്ടുവരുന്നതിന് ഒരു അവസരം നമ്മളിൽ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് പ്രശാന്തിയുടെ പ്രാർത്ഥന. ഈ പുതുതായിട്ടൊക്കെ വന്ന പുതുമക്കാരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യത്തില് പെട്ടെന്ന് അതിൽ നിന്നൊരു മുക്തി നേടാനായിട്ടൊക്കെ നമുക്ക് പ്രശാന്തിയുടെ പ്രാർത്ഥന നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നതും, അത് ആ സമയങ്ങളിൽ ഉരുവിടുന്നതും ഒക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. എനിക്ക് കഴിയാത്ത കാര്യത്തെ ഞാൻ അതേ രീതിയിലങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കില് അത്തരം സാഹചര്യങ്ങളില് പ്രാർത്ഥന നമ്മളെ വല്ലാതെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു സാഹചര്യത്തെ ആ പ്രാർത്ഥനയുടെ ഒരു അനന്തരഫലമായിട്ട് തന്നെയാണ്. അതിനെ നിരുപാധികം അങ്ങ് അംഗീകരിക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മള് ഈ ട്രാഫിക്കിലൊക്കെ ഉള്ള കാര്യങ്ങൾ നേരത്തെ നമ്മളിവിടെ പറഞ്ഞായിരുന്നു. അത്തരം സാഹചര്യത്തിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്കത് പറ്റത്തില്ല. നമുക്ക് അവിടെ ഒരു നീരസം ഉണ്ടാവും. എന്തിന്? നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് പോയി നിന്നാൽ പോലും ആ ലൈനിൽ നിൽക്കുമ്പോഴത്തേക്ക് പോലും അതിനൊരു ക്ഷമയോടെ നിൽക്കാനുള്ളൊരു അവസരമില്ലാതെ നമുക്കുണ്ടാകുന്ന നീരസം അവിടെ ഇത്തരം ഒരു 100 ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്കുണ്ടാവുന്ന നീരസം നമ്മളവിടെ പതുക്കെ പതുക്കെ കോപത്തിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നൊരവസ്ഥ. ഭക്ഷണം കഴിക്കാനൊരു ഹോട്ടലിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ആഹാരം കൊണ്ടുവരാൻ ഒരു അല്പം ലേറ്റ് ആയാല്, നമുക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, അത് അപ്പോഴവിടെ എന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നു എന്നൊരു തോന്നലാണ്. അത് ഭയമാണ് നമ്മുടെ ഉള്ളിൽ അപ്പോഴുണ്ടാകുന്നത്. എന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നു. അപ്പൊ അവിടെ പ്രതികരിക്കും. അവിടെ പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരവസ്ഥ വരും. ആ ഒരു ബില്ലടയ്ക്കാനായിട്ടൊരു ക്യൂവിൽ നിന്ന് കഴിഞ്ഞാല്, അതിനൊന്നും നമുക്ക് ആ ഒരു ക്ഷമയോടെ നിൽക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഈ എതിരെ വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഇപ്പം രോഗിയാവണം എന്നുള്ളതിന് ഈ അമിത മദ്യാസക്തി എന്ന് പറഞ്ഞൊരു രോഗമാണ്. നമ്മൾ ഇത്തരം രോഗത്തിലേക്ക് വരാൻ കുടിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി. ആ കൂട്ടായ്മയില് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തണമെന്നില്ല, അമിത മദ്യാസക്തനായിരിക്കണമെന്നില്ല. അത്തരത്തിലുള്ളവർക്കൊക്കെ നമ്മുടെ ബിഗ് ബുക്കിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തില് അവരും രോഗിയാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റാതെ ഒരു ലൈനിൽ ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്ക് മുമ്പിൽ ഒരാൾ വന്ന് കയറും. അയാള് നമ്മളെക്കാളും വലിയ രോഗമുള്ള ഒരാളായിരിക്കും. അയാള് വന്ന് തള്ളിക്കയറുമ്പോഴത്തേക്കും നമ്മൾ അതിനേക്കാളും വലിയ പ്രശ്നത്തില്. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മാറി നിന്ന് കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ അവർക്ക് അവരെ അടയ്ക്കാൻ തയ്യാറായി കൊടുക്കണമെന്നൊന്നും അല്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടെ ക്ഷമയോടെ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ സാഹചര്യത്തെ നമുക്ക് കുറേശ്കൂടെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും പ്രയോജനപ്പെടുന്ന അത്തരത്തിലാണ്. നമ്മൾ എളിമയോടെ, ക്ഷമയോടെ, സഹിഷ്ണുതയോടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് പിന്നീടുള്ള നമ്മുടെ സമയത്തെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരം കിട്ടും എന്നുള്ളതാണ്. രോഷത്തിനുള്ള മറ്റൊരു ഫലപ്രദമായ പ്രതിവിധി, പക്വമതിയും സ്ഥിതപ്രജ്ഞനുമായ ഒരു വ്യക്തി ഞങ്ങളുടെ സമാനമായ നീരസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഞങ്ങൾ നിരീക്ഷിച്ച് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് എന്റെ തുടക്കത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. വന്ന് സംസാരിക്കുന്ന ചില വ്യക്തികളിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു പ്രത്യേകത. മാത്രമല്ല മീറ്റിംഗിൽ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെന്താണോ പെരുമാറുകയും പറയുകയും ചെയ്യുന്നത്, അതേ സാഹചര്യം തന്നെ മീറ്റിംഗിന് പുറത്തു വന്നപ്പോഴത്തേക്ക് അവരിൽ കാണാൻ പറ്റി. എല്ലാരിലും ഇല്ല, ചില വ്യക്തികളിലൊക്കെ. അപ്പൊ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ ഈ പ്രോഗ്രാം മനസ്സിലാക്കി പരിശീലിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ അത്തരം ആൾക്കാർ എങ്ങനെയാണ് രോഷത്തെയും നീരസത്തെയൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് നമുക്കും പതുക്കെ പ്രവർത്തിക്കാൻ. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഈ ഉള്ളിന്റെ ഭയം കണ്ടെത്തി അതിനെ നമ്മൾ ഇഴകീറി എടുത്ത് മനസ്സിലാക്കാനൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ട് ചാടിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. മറ്റ് നിരവധി വ്യക്തികൾക്ക് അതുപോലെ പ്രയോജനകരമാണെങ്കിലും ഒരു നല്ല കൗൺസിലറെയോ, മനഃശാസ്ത്രജ്ഞനെയോ, ഡോക്ടറെയോ അതുമല്ലെങ്കിൽ ഒരു പുരോഹിതനോ നൽകുന്ന മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മളെക്കൊണ്ട് അത്തരത്തില് പറ്റുന്നില്ല, ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൗൺസിലറെയോ, ഡോക്ടറെയോ ഒക്കെ കാണാം. കണ്ടിട്ട് അതിനെന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അലർജിയാണ്. ഫിസിക്കൽ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സ്വാധീനവും ഇത്തരം സാഹചര്യങ്ങളിലല്ലാതെ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ട ചില സാഹചര്യങ്ങൾ വരും. അപ്പൊ അതിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൗൺസിലറോ, ഡോക്ടറെയൊക്കെ സഹായം ചിലപ്പോഴെങ്കിലും ഒക്കെ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ അപകടരഹിതമായ കായിക പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ മാർഗ്ഗം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്.
നമുക്ക് ഈ ശ്വസന വ്യായാമം, ചൂടുവെള്ളത്തിലുള്ള കുളി, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നതും ഇന്ന് ശാശ്വതം നിരന്തരമായിട്ട് ഒരു പ്രാക്ടീസ് എന്നുള്ള ഈ വ്യായാമം ചെയ്യുക, നടത്ത ശീലിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇത്തരം നീരസങ്ങളിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് അവസരം ഉണ്ടാവും. അതുമൊക്കെ പരിശീലിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് അടുത്തൊരു കാര്യം, ഈ കോപത്തെ വെറുതെ അടിച്ചമർത്തുക, ലാഘവത്തോടെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ കെട്ടി നിർത്തുക എന്നീ കാര്യങ്ങൾ ശൂന്യമാണെന്നുള്ള കാര്യം. നമ്മൾ പറഞ്ഞു നേരത്തെ സപ്രസ് ചെയ്ത് വെക്കുന്നത് ശരിക്കും അപകടകരമാണ്. അതിന് പകരം രോഷത്തിന് അനുസൃതമായ പ്രവർത്തിക്കാതിരിക്കാനും അതിനെ ശാന്തനമാക്കാനും എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഈ കാര്യം തന്നെയാണ്. നമ്മൾ അതിലേക്ക് നയിച്ചത്, അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ഭയമായിരിക്കും നമ്മളിൽ എത്തുക. ഭയമോ അല്ലെങ്കിൽ മോഹഭംഗമോ, ഇത് രണ്ടും തന്നെയാണ്. ഭയമോ മോഹഭംഗങ്ങളോ ആണ് നമ്മളെ എപ്പോഴും നീരസത്തിലേക്ക് നയിക്കും. ഞാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ എനിക്ക് അതിനകത്തുണ്ടാവുന്ന ഒരു വിഷമം, അത് നമുക്ക് ലളിതമായിട്ടൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും അത് പക്ഷെ അത്ര ചെറുതല്ല. അത് പതുക്കെ 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 നീരസമായിട്ട് മാറുകയും പിന്നീട് അത് കോപത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്കുള്ള ഈ യാത്രയിൽ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് എത്തി കാര്യങ്ങൾ വസ്തുനിഷ്ഠാപരമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളുടെ ഭയമാണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്നും യഥാർത്ഥ ശക്തിയെ കണ്ടെത്തി അഭയം അങ്ങോട്ട് കൊടുത്തു പോകാനും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളുടെ യാത്രയിൽ നമുക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവരെ നമുക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അവരെ ഉൾക്കൊള്ളാനും കൂടെ, ഒരുപക്ഷെ ഒരിക്കൽ പോലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാളിനോട് പോലും നമുക്ക് കുറച്ചുകൂടെയൊക്കെ സ്നേഹത്തോടും സഹിഷ്ണുതയോടും പെരുമാറാനൊക്കെ പറ്റുന്നത് നമ്മളിൽ ധാരാളം എളിമ കണ്ടെത്താൻ അവസരമാക്കി മാറ്റും എന്നുള്ളതാണ്. ഇത്തരത്തില് എളിമ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യം, എന്റെ പരിമിതികളും ന്യൂനതകളും എന്തെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യം, അതിൽ നിന്ന് മാറി നിൽക്കാൻ. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിനകത്തൊക്കെ പോയി മത്സരിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ബലിയാട് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വീണ്ടും ഒരു കുഴിയിലേക്ക് പോവുക എന്ന് പറയുന്നത് മരിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി, ഈ കോപം നമ്മളെ കൊല്ലും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും കുടിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. അപ്പൊ അത്തരത്തിലേക്ക് നമ്മളെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒന്ന് തന്നെയാണ് നിസ്സാരമായ ഈ നീരസം. ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിന് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു നീരസം, അത് ഊറിക്കൂടി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചെറിയ മോഹഭംഗങ്ങൾ ഊറിക്കൂടി വലിയ കോപമായിട്ട് മാറുകയും ആ കോപം നമ്മളെ കുടിയിലേക്ക് കൊണ്ടെത്തിക്കുകയും തദ്വാര നമ്മൾ മരണത്തിലേക്ക് പോവുകയും ചെയ്യാൻ ഒരു അവസരം. അപ്പൊ അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്ന് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു അവസരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് കുടി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. എന്നാൽ അത് ബുദ്ധിമുട്ടായി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാറാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. എന്നെക്കൊണ്ട് കുടിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല. പക്ഷെ കുടി എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് മാർഗം കണ്ടെത്താൻ ശ്രമം നടത്തുകയും ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടെത്തുകയും കുടിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നിൽ എന്തൊക്കെ പരിമിതികളുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ നമുക്ക് മാറാൻ അവസരം ഉണ്ടാവും. 6ാമത്തെ പടിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ വക സ്വഭാവ ദൂഷ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്നിടത്ത് നമുക്ക് എന്തിനേയും ഈ അമിതമായ കോപമൊക്കെ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാം. അത്തരത്തില് പൊട്ടിത്തെറിക്കുന്ന സംസാരം, മറ്റൊരാളെ പരിഗണിക്കാതെയുള്ള സംസാര രീതി, ആരോടും എന്തും പറയുന്ന രീതി, പ്രായം നോക്കാതെ കയർത്ത് മാതാപിതാക്കളോട് പോലും കയർത്ത് സംസാരിക്കുന്ന രീതി, ഇത്തരം കാര്യങ്ങളെയൊക്കെ എൻ്റെ സ്വഭാവ വൈകല്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവ വൈകല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹരിക്കാൻ ഇതിനകത്ത് അവസരമുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ നമ്മൾ കടന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 10ാമത്തെ പടിയിലെത്തി നിന്നിട്ട് നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ട് തെറ്റ് ചെയ്യുമ്പോഴെല്ലാം തുടർന്നും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ എന്റെ ചിന്ത കൊണ്ടോ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, അതിന് ഈ എന്റെ ദേഷ്യം, എന്റെ കോപം, അല്ലെങ്കിൽ ആ മനുഷ്യനോട് തോന്നിയ നീരസം, ആ സാഹചര്യത്തോട് തോന്നിയ നീരസം,
ആ സ്ഥലത്തിനോട് തോന്നിയ നീരസം അതൊക്കെ എന്നിൽ അതിന് കാരണമായിട്ടുണ്ടോ എന്ന് വിലയിരുത്തി അത്തരം കാര്യത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരുക്കിയെടുക്കാൻ 10ാമത്തെ പടിയിലും നമുക്ക് അവസരമുണ്ടെന്നുള്ളതാണ്. അപ്പൊ കൃത്യമായും കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പുതുതായിട്ട് കൂട്ടായ്മയിൽ വന്ന ഒരാളിനും പ്രോഗ്രാമിലൂടെ സജീവമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനും കുറവുകളും ന്യൂനതകളും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരാളിനും ഒരുപോലെ ഇത്തരം കോപവും നീരസവും ഒക്കെ മാറ്റിവെക്കാൻ ഈ പ്രോഗ്രാമിനകത്ത് അവസരമുണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുകയും അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും തയ്യാറാകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിദ്വേഷവും നീരസവുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന വിഷയം. അത്തരം കാര്യമായിട്ട് നമുക്ക് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്ത് വന്നത്. ഞാൻ എന്തായാലും പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ, നമ്മളുടെ അവസ്ഥ. ഓരോ മദ്യാസക്തന്റെയും അവസ്ഥ ഇതാണെന്ന് തിരിച്ചറിയുക. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ്. വലുതും ചെറുതുമായിട്ടുള്ള ഏത് തരം നീരസവും നമ്മളെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള തിരിച്ചറിവ്, അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ മോഹഭംഗങ്ങളോ ഭയമോ ആയിരിക്കാം എന്നുള്ള തിരിച്ചറിവ്, മതിയായ ഒരാളിനോടൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എന്തിനും പോകുന്ന ഒരാളാണ് നമ്മുടെ ക്രിയേറ്റർ, സൃഷ്ടാവ്. നമുക്ക് വേണ്ട എന്തിനും പോകുന്ന ഒരാളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിനൊക്കെയും ശാശ്വതമായ പരിഹാരം കിട്ടുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്തരം തിരിച്ചറിവുകളാണ്, ഇത്തരം അറിവുകളാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് നമ്മളെ ആദ്യം സഹായിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിൽ വന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള നമ്മളുടെ അംഗീകരിക്കല്, തിരിച്ചറിയലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നത് തന്നെ അതിന്റെ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഈ തരത്തിൽ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന രോഷവും നീരസവും ഒക്കെ എത്രത്തോളം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു തിരിച്ചറിയാൻ അവസരം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ അങ്ങോട്ടുള്ള തുടർന്ന് ഷെയറിങ്ങിലൊക്കെ കാര്യങ്ങളെ പരാമർശിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നത്തെ മീറ്റിങ്ങിന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേഷ്. താങ്ക് യു ഷൈജു ചേട്ടാ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും